അതുല്യയുടെ അച്ഛന്റെ സഹോദരപുത്രൻ രാഹുൽ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇവർ കസിൻ ബ്രദേഴ്സാണ്. നല്ല കൂട്ടായിട്ടാണ് ആ കുടുംബത്തോടെ ഒക്കെ ഉള്ളത്. എന്താണ് നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് തോന്നുന്നത്? ഇത് അവള് സൂയിസൈഡ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അവൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും എന്റെ വിശ്വാസം, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവളെ കൊന്നത് തന്നെയാണ് അവൻ. എന്തിനോ ഇന്നലെ ഈ മരിച്ച അന്നത്തെ ദിവസം എന്തോ അവിടെ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവധിയായതുകൊണ്ട് കിട്ടുന്നില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അതുല്യ ഒന്നിക്കിൽ അഖിലയോട് പറയും, അതല്ലെങ്കിൽ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരിക്കും. അപ്പം ലാസ്റ്റ് എനിക്ക് ഇന്നലെ അവള് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ട് തന്നായിരുന്നു അഖില. അവൾക്ക് എന്തോ ഒരു സാഹചര്യം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് എനിക്ക് അയച്ചു തന്നിട്ടാണ് ഞാൻ കൈമാറിയത്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി പറ്റുന്നില്ല, എന്നെ ഉപദ്രവിക്കുകയാണ് എന്നൊക്കെയാണ് അവള് അതിനകത്ത് വയറ്റിന് ചവിട്ടിയെന്നും അടിച്ചെന്നും ഇടിച്ചെന്നൊക്കെ. ആത്മഹത്യ ചെയ്യില്ല. അവളങ്ങനെ ചെയ്യത്തില്ല. കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്നങ്ങും ചെയ്യാത്തൊരു കാര്യം അവളിപ്പോ ചെയ്യുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നുമില്ല. ഇതാണ് സുജിയ, ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അച്ഛന്റെ സഹോദരപുത്രനാണ് രാഹുൽ. ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഇവരുടെ കുറെ സഹോദരങ്ങളുണ്ട് നാട്ടിൽ. ഇവരോട് ആരോടും ഇത്തരം ഒരു സംഭവം അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. അഖിലയുടെ വാക്കുകളിലും നമുക്ക് ആ കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കുടുംബം ആരോപിക്കുന്നത് പോലെ ദുരൂഹമായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ സതീഷിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ. ഒരു കാര്യം ഉറപ്പാണ്, മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല സുജിയ, നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയം, കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി സതീഷിന്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടായിരുന്നു അതുല്യ ഇത്രയും കാലം ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. കുഞ്ഞ് ഇപ്പോഴും മരണവാർത്ത അറിഞ്ഞിട്ടില്ല. കുഞ്ഞിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും എന്തായാലും അമ്മയ്ക്ക് അസുഖമാണ് എന്ന രീതിയിലൊക്കെയാണ് ആ മോളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ സങ്കടമുള്ള ഒരു കാഴ്ച ഈ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നു. മരണത്തിന് പിറകിൽ എന്തോ ഒന്നുണ്ട്, അത് പോലീസ് കണ്ടെത്തും, നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് 20 മണിക്കൂർ മുമ്പാണ് സതീഷ് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുപോയി ഞാനും പോകുന്നു എന്ന നിലയിൽ സുജയ.